പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തത് NIS +2 ഹ്യൂമാനിറ്റീസിന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. ചാപ്റ്റർ 14 കിൻഷിപ്പ് ബന്ധുത്വം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 മുതൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. മൊത്തം ചാപ്റ്റേഴ്സിൽ 60% മാത്രം അവർ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. 40% അസൈൻമെൻറ്റ് ചാപ്റ്ററാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലുകൾ മാറിയിട്ടുണ്ട്. മാർക്കും സിസ്റ്റം പുസ്തകങ്ങളൊക്കെ പഴയ തന്നെയാണ്. മോഡലുകൾ എന്ന് പറയുമ്പോൾ ആദ്യം 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, പിന്നെ 2 മാർക്ക്, 3 മാർക്ക്, 5 മാർക്ക് ആ രീതിയിലാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കും വരുന്നത്. ആൻസർ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ എഴുതാം. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ അടിച്ചിറക്കിയുള്ള ഗൈഡ് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ പറയും. ആൻസർ നിങ്ങൾക്ക് ഏത് ഭാഷ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് കിൻഷിപ്പ് ബന്ധുത്വം. ചെറിയൊരു ചാപ്റ്ററാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ കിൻഷിപ്പ്. എന്താണ് ബന്ധുത്വം എന്ന് പറയുന്നത്? ബന്ധുത്വം എന്ന് പറയുന്നത് സാമൂഹ്യ സ്ഥാപനങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നാണ് ബന്ധുത്വം എന്ന് പറയുന്നത്. ബന്ധുത്വത്തിനൊരു നിർവചനം എന്ന് പറയുന്നത് കുടുംബത്തിലെ എല്ലാ ബന്ധുക്കളും അടങ്ങുന്ന ഒരു സംജയാണ് എന്ന് പറയുന്നത് ബന്ധുത്വം എന്ന് പറയുന്നത്. കുടുംബത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സാമൂഹ്യ ബന്ധമാണ് ഈ ബന്ധുത്വം എന്ന് പറയുന്ന എല്ലാ ബന്ധുക്കളും എന്ന് പറയുമ്പോൾ അത് വിവാഹബന്ധം കൊണ്ടുണ്ടാകുന്നതാകാം, അല്ലെങ്കിൽ രക്തബന്ധം കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ബന്ധുത്വം വ്യക്തികളുടെ സാമൂഹികവൽക്കരണത്തെയും സമൂഹത്തിന്റെ ഐക്യം നിലനിർത്തുന്നതിനും സഹായിക്കുന്നു എന്നതാണ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഡിഗ്രി ഓഫ് കിൻഷിപ്പ് ആണ്. ബന്ധുത്വത്തിന്റെ അവസ്ഥകൾ ഏതൊക്കെയാണ്? ഒന്ന് പറയുന്നത് പ്രൈമറി കിൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഏറ്റവും ഉറ്റവരും പ്രത്യക്ഷ ബന്ധമുള്ളവരാണ് ഈ പ്രൈമറി കിൻഷിപ്പ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് അവൻ്റെ അച്ഛന്, അമ്മ, മക്കള് ഇവരാണ് ഏറ്റവും അടുത്ത ബന്ധു എന്ന് പറയുന്നത്. അതാണ് പ്രൈമറി കിൻഷിപ്പ്. സെക്കൻഡറി കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്രാഥമിക ബന്ധുക്കൾ വഴി ബന്ധമുള്ളവരാണ് ഈ സെക്കൻഡറി ദ്വിതീയ ബന്ധുക്കൾ എന്ന് പറയുന്നത്. ഇവർ അണുകുടുംബത്തിലുള്ളവരായിരിക്കും എന്നതാണ്. അച്ഛൻ്റെ സഹോദരൻ, അമ്മയുടെ സഹോദരൻ. അപ്പോൾ ഈ ദ്വിതീയ കുടുംബം ഉണ്ടാകണമെങ്കിൽ പ്രാഥമിക കുടുംബമാണ്. പ്രാഥമിക കുടുംബത്തിൽപ്പെട്ടാണ് അച്ഛൻ എന്ന് പറയുന്നത്. അച്ഛനുണ്ടെങ്കിൽ ആ പ്രാഥമിക കുടുംബം ഉണ്ടെങ്കിലാണ് ദ്വിതീയ കുടുംബം. അച്ഛൻ്റെ സഹോദരൻ അവിടെ ഉണ്ടെങ്കിലാണ് അത് ദ്വിതീയ കുടുംബമാകുള്ളൂ. പ്രാഥമിക കുടുംബത്തിൽപ്പെട്ട ഒന്നാണ് അമ്മ. അമ്മ ഉണ്ടെങ്കിലാണ് അമ്മയുടെ അനിയത്തി അല്ലെങ്കിൽ അമ്മയുടെ സഹോദരൻ. അതൊക്കെയാണ് ഈ സെക്കൻഡറി കുടുംബത്തിൽപ്പെട്ടത്. ടെറിഷറി കുടുംബം എന്ന് പറയുന്നത് ഒരാളുടെ പ്രാഥമിക ബന്ധുവിൻ്റെ ദ്വിതീയ ബന്ധു അയാളുടെ തൃതീയ ബന്ധുവാണ്. ഉദാഹരണമായി പറയണം, ഭാര്യയുടെ സഹോദര പുത്രൻ എന്നാണ്. അമ്മാവന്റെ മക്കൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, സ്വന്തം ഭാര്യയുടെ സഹോദരന്റെ പുത്രൻ എന്ന് പറയും, അല്ലെങ്കിൽ അളിയന്റെ മക്കൾ എന്ന് പറയും. ഭർത്താവാണെങ്കിൽ അളിയന്റെ മക്കൾ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സഹോദരിയുടെ ഭർത്താവിന്റെ സഹോദരൻ, ഇതൊക്കെ തൃതീയ കുടുംബത്തിൽപ്പെട്ടാണ്. അടുത്ത ചോദ്യമാണ് മൂന്നാമത്തെ, ഡിസ്കസ് വേരിയസ് കിൻഷിപ്പ് യൂസേജ് ഓർ ബിഹേവിയർ ആണ്. ബന്ധുത്വ മര്യാദകൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ ഒന്നാണ് അവോയ്ഡൻസ് ആണ്, ഒഴിവാക്കൽ ബന്ധമാണ്. എല്ലാ സമുദായത്തിലും നമ്മൾ എല്ലാ ആളുകളോടും ഒരേപോലെ നിൽക്കാൻ പറ്റില്ല. അത് നമ്മൾ അവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ടും ബന്ധുത്വത്തിന്റെ സ്വഭാവം അനുസരിച്ചിട്ടും നമ്മൾ ചിലർ അകൽച്ച വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ന് പറയുന്നത് നമ്മുടെ പിതാവ് അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിൻ്റെ അനിയത്തിയുമായിട്ട് ഒരു കുറച്ച് അകൽച്ച പാലിക്കണം. ഒരു ഭർത്താവ് ഭാര്യയുമായിട്ടുള്ള അതേ അടുപ്പം തന്നെ ഭാര്യയുടെ അനിയത്തിയുമായിട്ട് വരാൻ പാടില്ല. സംഭവം ബന്ധുവാണ്, ഭാര്യയുടെ അനിയത്തി ബന്ധുവാണ്, പക്ഷെ അവിടെ നമ്മളൊരു അകൽച്ച വെക്കുന്നത് എപ്പോഴും എന്താണ് നല്ലതാണ്. അതേപോലെ തന്നെ ഒരു സ്ത്രീ ആ സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ അനിയനോ ഏട്ടനോ വീട്ടിലുണ്ടെങ്കിൽ അവരുമായിട്ടും കുറച്ചൊരു അകൽച്ച വെക്കുന്നത് എപ്പോഴും നല്ലതായിരുന്നു. എന്ന് വെച്ചാൽ തീരെ മൈൻഡ് ചെയ്യാതെ നടക്കല്ല.
ഭക്ഷണം വിളമ്പി കൊടുക്കാതെയും കണ്ടാമുണ്ടാ നടക്കല്ല. ഒരു വല്ലാതൊരു അടുപ്പം ഉണ്ടാകുന്നത് എപ്പോഴും ഒഴിവാക്കുന്നത് ഏറ്റവും നല്ല. അതാണ് ഒഴിവാക്കൽ ബന്ധം. ഇല്ലെങ്കിൽ നമുക്ക് അപകടങ്ങൾ വരാം, ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. പിന്നെ പറയുന്നതാണ് കളിയാക്കൽ ബന്ധമാണ്. വീട്ടിൽ തന്നെ കല്യാണം കഴിഞ്ഞ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളെ ഇളയച്ചി അല്ലേ, ഇളയച്ചന് എന്താണ് ഏട്ടൻ്റെ ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കൽ ബന്ധം ഉണ്ടാവും അല്ലേ. സ്വന്തം ജ്യേഷ്ഠൻ്റെ ഭാര്യ എന്താണ് അനിയനെ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യും, കളിയാക്കുന്നൊരു ബന്ധം ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയാം ടെക്നോഗമി. ഈ മര്യാദ അനുസരിച്ച് ഒരാൾ തൻ്റെ ബന്ധുവിനെ നേരിട്ട് പരാമർശിക്കുന്നു, മറ്റൊരു ബന്ധുവിലൂടെ മാത്രമേ പരാമർശിക്കുള്ളൂ. പരമ്പരാഗത ഹിന്ദു കുടുംബത്തിൽ ഭാര്യ ഭർത്താവിൻ്റെ പേര് പറയില്ല എന്നാണ്. പരമ്പരാഗതമായ പേര് പറയാത്ത രീതിയാണ്. ഒരു വ്യക്തിയെ നേരിട്ട് പേര് വിളിക്കുന്നത് ബഹുമാനക്കുറവായി കണക്കാക്കുന്നത്. എന്നൊക്കെ എന്താണ് പേര് വിളിക്കുന്നുണ്ട്, പബ്ലിക്കായിട്ട് വിളിക്കുന്നില്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടൊക്കെ ഉണ്ട്. എന്നാൽ അങ്ങനെ ഭർത്താവിൻ്റെ പേര് പറയാത്ത രീതിയുണ്ട്. അതാണ് ഈ ടെക്നോഗമി. പിന്നെ അമ്മാവൻ മര്യാദ ഉണ്ട്. ഈ സംവിധാനം ഒരു പുരുഷൻ തൻ്റെ സഹോദരിയുടെ മക്കളിൽ പരമാവധി, ഇതൊക്കെ അമ്മാവൻ മര്യാദക്ക് പഴയ കാലങ്ങളിലുണ്ട്, ഇന്നും പല ഹിന്ദു കുടുംബത്തിലൊക്കെ ഉണ്ട്. അച്ഛന് 2ാം സ്ഥാനം മാത്രമുള്ളത്, അമ്മാവൻ അച്ഛൻ്റെ സ്ഥാനം അലങ്കരിക്കുകയാണ്. ഇന്ത്യയിലെ ഗാസി ഗോത്രങ്ങളിലാണ് ഈ രീതി കാണുന്നത്. അതേപോലെ തന്നെ അമിറ്റേറ്റ് മര്യാദ എന്ന് പറയുന്നത് പിതൃക്രമമുള്ള കുടുംബങ്ങളിലാണ് ഇത് പ്രധാനമായി നിലനിൽക്കുന്നത്. പിതാവിൻ്റെ സഹോദരിക്കാണ് പരമാധികാരം, അമ്മയേക്കാൾ അച്ഛൻ്റെ സഹോദരി എന്നതാണ്. അമ്മായിമാർക്കാണ് സഹോദരൻ അല്ലേ, അച്ഛൻ്റെ പത്മന്മാർക്കാണ് സ്വന്തം അമ്മയേക്കാൾ അവിടെ പദവി കൊടുക്കുന്നെങ്കിൽ അവിടെ അത് അമിറ്റേറ്റ് ഇതാണ്. നമ്മൾ കേരളത്തിലൊന്നും അതില്ല, തോട സമുദായത്തിലാണ് ഇത് കാണുന്നത്. പിന്നെ വരുന്നത് കൗവേഡ്, കാസി, തോട തുടങ്ങിയ പ്രാകൃത വർഗ്ഗക്കാരിൽ കാണപ്പെടുന്ന വിചിത്രപരമായ ആചാരമാണ്. ഈ ആചാര മര്യാദ അനുസരിച്ച് ഭാര്യ ഗർഭിണിയായാൽ ഭർത്താവും ഗർഭിണിയുടെ ചിട്ടകൾക്ക് വിധേയമാണ്. അപ്പോൾ അയാൾക്ക് ജോലിക്ക് പോകാൻ പാടില്ല എന്നതാണ്. ഭാര്യ ഗർഭിണിയാണ്, ഭർത്താവിന് ജോലിക്ക് പോകാൻ പാടില്ല, ഭാര്യ നോക്കിയിരിക്കണം. രോഗികൾക്കുള്ള ഭക്ഷണം മാത്രമേ കഴിക്കൂ. ഭാര്യയ്ക്കുള്ള വിധി നിഷേധങ്ങളെല്ലാം ഭർത്താവും പാലിക്കും. കേരളത്തിലൊന്നും ഇത് കാണുന്നില്ല, ചില ഭാഗങ്ങളൊക്കെ കാണുന്നതായിരിക്കും. അടുത്ത ചോദ്യമാണ് ഡിസ്ക്രൈബ് വേരിയസ് ടൈപ്സ് ഓഫ് കിൻഷിപ്പ് ആണ്. വ്യത്യസ്ത തരം ബന്ധുത്വങ്ങളെ കുറിച്ചിട്ട് വിവരിക്കാനാണ് പറയുന്നത്. ഓക്കെ, അതിലൊന്ന് പറയുന്നത് അഫിലിയൽ കിൻഷിപ്പാണ്, വിവാഹ ബന്ധുത്വമാണ്. സഹോദര അല്ലെങ്കിൽ രക്തബന്ധുത്വം വരുന്നുണ്ട്. വിവാഹ ബന്ധുത്വം എന്ന് പറയുന്നത് വിവാഹത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ബന്ധുത്വമാണ്. വിവാഹ ബന്ധുത്വം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്താണ്. സഹോദര അല്ലെങ്കിൽ രക്തബന്ധുത്വം 2ാമത്തെ വരുന്ന ബന്ധത്താണ്. രക്തബന്ധം വഴിയുള്ള ബന്ധത്താണ്. അഥവാ രക്തബന്ധുത്വം മാതാപിതാക്കളും മക്കളും തമ്മിലും മുത്തച്ഛങ്ങളും പേരക്കിടാങ്ങളും മുത്തശ്ശിയും ഒക്കെ തമ്മിൽ കൂടുന്ന ഒരു ബന്ധമുണ്ട്. അതാണ് ഈ രക്തബന്ധം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ഡിസ്ക്രൈബ് ദി മൊയറ്റ് എന്ന് പറയുന്നുണ്ട്. എന്താണ് മൊയറ്റി എന്ന് പറഞ്ഞാൽ? മൊയറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു സാമൂഹ്യ ഗ്രൂപ്പാണ്. ഒരു പ്രാഥമിക ഗ്രൂപ്പിൽ നിന്ന് പിന്തുടർച്ചയുടെ ഭാഗമായി വിഭജിക്കപ്പെട്ട ഗ്രൂപ്പിനെയാണ് മൊയറ്റി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം ഡിഫൈൻ ഡീസന്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. എന്താണ് പിന്തുടർച്ചാ സമീപനം എന്ന് പറയുന്നത്? നമ്മുടെ സമൂഹത്തിലെ ബന്ധുത്വ വ്യക്തമായ കോർപ്പറേറ്റ് സോഷ്യൽ യൂണിറ്റുകൾ സ്ഥാപിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഈ പ്രാദേശിക കോർപ്പറേറ്റ് സോഷ്യൽ യൂണിറ്റുകൾ ഭാര്യയും ഭർത്താവും അവരുടെ കുട്ടികളും അടങ്ങിയ പ്രാഥമിക കുടുംബങ്ങളെക്കാൾ വിപുലമാണ്. ഈ സംഘങ്ങളെ പിന്തുടർച്ചയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ അതിലെ പിന്തുടർച്ചാ ഗണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യമാണ് എക്സ്പ്ലെയിൻ ക്ലാസിഫിക്കേറ്ററി. എന്താണ് വർഗീകരണപരം എന്ന് പറയുന്നത്? ഈ വ്യവസ്ഥയിൽ വിവിധ തരം ബന്ധുക്കൾ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തുകയും അത് ഒരേ വിഭാഗമായി കണക്കാക്കുകയും ചെയ്യുന്നു. അതനുസരിച്ച് അമ്മാവന്, മരുമകൻ, കസിൻ, മരുമകൾ എന്നിവ ഇതിൽപ്പെടുന്നു. ഡിസ്ക്രിപ്റ്റീവ്. എന്താണ് വിവരണാത്മകം? വിവരണാത്മക ബന്ധുത്വങ്ങളിലെ പ്രയോഗങ്ങൾ ബന്ധുത്വങ്ങൾ കൃത്യമായി വിവരിക്കുന്നതായിരിക്കും. ഇതിന് ഉദാഹരണമാണ് അച്ഛൻ, അമ്മ, സഹോദരൻ. അത് കൃത്യമായി ബന്ധുത്വത്തെ വിവരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ വേറെ വീഡിയോയിൽ 1 മാർക്കിൻ്റെ അവതരിപ്പിക്കും. NS SSLC +2 വിവിധ വിഷയങ്ങളുടെ ക്ലാസ്സുകൾക്കും അഡ്മിഷനുകൾക്കൊക്കെ നമ്മുടെ സ്ഥാപനമായി കോൺടാക്ട് ചെയ്യുക.
ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും ആഴ്ചയിൽ 6 ദിവസം ഓൺലൈൻ ക്ലാസ്സോട് കൂടിയിട്ടുള്ള കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.